ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ സൂക്ഷ്മദർശിനി എന്ന് പറയുന്നൊരു സിനിമയിലെ എനിക്ക് ഏറ്റവും റിസ്ക്കിയായി ഫീൽ ചെയ്തൊരു സീൻ, ഒരു ഷോട്ടാണ്. അപ്പം ഈ സിനിമ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. ബേസിൽ ജോസഫ്, നസ്രിയ നസീം, സിദ്ധാർത്ഥ് ഭരതൻ, ആൻ്റണി പറമ്പോൾ, അങ്ങനെയുള്ള ആക്ടേഴ്സ് അണിനിരക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഇതിനകത്ത് റിസ്കി സീൻസ്, ഇതിനകത്ത് കുറേ ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. വളരെ ഉജ്ജ്വലമായിട്ടുള്ള സസ്പെൻസ്, അപസർപ്പകത നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഒരുപാട് റിസ്കി ആയിട്ടുള്ള സീൻസ് ഉണ്ട്. അതായത് ക്രാഷിങ്ങിൻ സീൻസും, ചേസില്ല, വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതും അല്ലെങ്കിൽ മുകളിൽ നിന്ന് ചാടുന്നതൊക്കെ ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം തന്നെ റിസ്ക്കിയാണ്. പക്ഷേ അതൊക്കെ എല്ലാം പ്ലാൻ ചെയ്തുള്ള റിസ്കി സീൻസുകളാണ്. കാരണം അതായത് ഇപ്പോൾ അവർ അങ്ങനെ ചാടുമ്പോൾ താഴെ എങ്ങനെ വേണം അതൊക്കെ നമ്മൾ അറിയാമല്ലോ. ഒരു സിനിമയിൽ അങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ചാടുന്നത് കാണിക്കും, താഴെ മെത്ത ഉണ്ടായിരിക്കും, പിന്നെ താഴെ വീഴുന്നതായിരിക്കും കാണിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിനകത്തൊരു സീൻ അത് പ്ലാൻ ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 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 എന്താ പറയുക, ഒരു ഇൻസിഡൻറ്റ് അത് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, സംഭവം, അതായത് അതിൽ ആ സീൻ ചെയ്തെടുത്തതിൽ പ്ലാനിങ് ഇല്ലായിരുന്നു. അത് വന്ന് ഭവിക്കപ്പെട്ടതാണ്. ഞാൻ കൂടുതൽ അങ്ങോട്ട് നീട്ടുന്നില്ല. അതായത് ഒരു സീനിൽ സിദ്ധാർത്ഥ് ഭരതൻ ഉള്ള ഒരു സീനാണ്. അതായത് ഇതിനകത്ത് പിന്നെ ഈ സ്ത്രീകൾ, രണ്ട് മൂന്ന് സ്ത്രീകൾ എല്ലാവരും കൂടി ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അയൽവക്കത്തുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടം, ഒരു ശ്രമം നടത്തുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബേസിൽ ജോസഫിൻ്റെ വീട്ടിൽ സിദ്ധാർത്ഥ് ഭരതൻ, അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ സിദ്ധാർത്ഥ് ഭരതൻ ഉള്ളപ്പോൾ ഇതിലൊരു സ്ത്രീ, അതായത് രണ്ട് മൂന്ന് സ്ത്രീകൾ ചെല്ലും. ഇപ്പോൾ അതിലൊരാൾ, ഇപ്പോൾ അസ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത പിന്നെ പൂജ മോഹൻരാജ് എന്ന് പറയുന്ന ആക്ട്രസ്സാണ് അത് ചെയ്തത്. അപ്പോൾ അവർ കുറേ പടങ്ങളിൽ ഉണ്ട്, നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ കോളിംഗ് ബെൽ അമർത്തുന്നു. അപ്പോൾ കോളിംഗ് ബെൽ അമർത്തുമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ ഇവർ പേടിച്ച് ഈ പൂജ മോഹൻരാജ്, അത് അസ്മ എന്ന് പറഞ്ഞ കഥാപാത്രം, പെട്ടെന്ന് തെറിച്ച് വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് തെറിച്ച് പോകുന്നു. തെറിച്ച് വീഴുന്നില്ല, തെറിച്ച് എത്തുന്നു, മുറ്റത്തേക്ക് എത്തുന്നു. പക്ഷേ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്കിന് അവരുടെ തെറിച്ചങ്ങ് പോവാണ്. തെറിച്ച് പോയിട്ട് കാലൊന്ന് ഇടറി ഒരു ചരിഞ്ഞു ഒന്ന് ഇതാകുന്നു. അപ്പം ഇവർ അഥവാ അത് പ്ലാൻ ചെയ്തതല്ല, ആ കാലങ്ങനെ ഇടറുന്നത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ആ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അഥവാ അവർ അവിടെ ഒരു തൊട്ടടുത്തൊരു അരമതിലിനേക്കാളും ചെറിയൊരു എന്താ പറയുക, ഒരു മതിൽ പോലുണ്ട്. അതിലെങ്ങാനും വീണിരുന്നെങ്കിൽ, തൊട്ടപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ നിലത്ത് പോലും വീണ് കഴിഞ്ഞാൽ ആ ഒരു ഓട്ടത്തിൽ വീണ് കഴിഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര റിസ്ക്കി ആയിപ്പോയി. എന്തോ ഭാഗ്യം കൊണ്ട് അവർ ബാലൻസ് ചെയ്ത് നിന്നു. പക്ഷേ അതിൻ്റെ അവരുടെ ആ ഒരു ഷോക്കിന് ഭയങ്കര നാച്ചുറാലിറ്റി കൊടുത്തൊരു ഷോട്ടായിരുന്നു, ഒരു ആക്റ്റായിരുന്നു അത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്തതല്ല. അതായത് തിരിച്ച് ഓടിപ്പോകണമെന്നുള്ളത് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ചെന്നങ്ങനെ ലാൻഡ് ചെയ്യുന്നത് ഒരിക്കലും അതേ രീതിയിൽ ലാൻഡ് ചെയ്യുന്നത് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെയാണ്, ആ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ സീനായിരുന്നു അത്. എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്തായാലും സിനിമ നന്നായിട്ട് വന്നു. അവർ ആ ഷോട്ട് റീറ്റെയിൻ ചെയ്ത് അത് ഉപയോഗിച്ചു. അത് അവരുടെ ഭാഗ്യമായിട്ട് അവർ കരുതി കാണാം. അവർ സെറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം, എന്തായാലും ഇത് ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് എന്തായാലും ഭാഗ്യം പോലല്ല, നന്നായിട്ട് വന്നു. പടം കൊള്ളാം. അതിൻ്റെ എസ്തെറ്റിക്സിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വാച്ചബിളാണ്. പിന്നെ വേറെ കുറേ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇത് സിനിമയുടെ ഒരു റിവ്യൂ പോലെയൊന്നും അല്ലാത്ത കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഈ സീൻ
ഒരു റിസ്കി ഷോട്ട് അബദ്ധത്തിൽ ഒരു അബദ്ധം പറ്റിയതാണ് അവിടെ, പക്ഷേ അത് ഒരു ഈ ഷോട്ടിന് ഒരു റിയലിസ്റ്റിക് ടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഉപയോഗിക്കുകയും ചെയ്യും. കാണുമ്പോഴും നമുക്കത് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഇനിയും വേറെ വേറെ വീഡിയോകളുമായിട്ട് വരാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി.